റിട്ടയർമെന്റ് ഉടനെ ഉണ്ടാകത്തില്ല എന്ന് രോഹിത് ശർമ്മ പറഞ്ഞായിരുന്നല്ലോ. അത് ഉറപ്പല്ലേ. അതിന് മെയിൻ ഉദാഹരണമല്ലേ ഇന്നലത്തെ കളി തന്നെ നോക്കിയത്. 83 പന്ത് 76 റണ്ണ്, ഹാഫ് സെഞ്ചുറി. അത് ഫൈനൽ മാച്ചിൽ അടിപൊളിയായിട്ട് രോഹിത് ശർമ്മ കളിച്ചത് നല്ല രീതിയിൽ. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കളികളിലൊക്കെയും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു രോഹിത് ശർമ്മയ്ക്ക്. നല്ല ഫോമിലല്ലായിരുന്നു തോന്നുന്നു. കാരണം കുറെ കളി തന്നെ നോക്കി കഴിഞ്ഞാൽ വരുന്നു, ഫസ്റ്റ് ബോൾ നിൽക്കുന്നു, ചിലപ്പോൾ 2 ബോൾ നിൽക്കുന്നു, ഔട്ട് ആവുന്നു, പോകുന്നു, അങ്ങനെ കുറെ കളി അങ്ങനെ ആയിരുന്നു. ഫാൻസിനും ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അതുപോലെ ട്രോള് ഇൻസ്റ്റ തുറന്നാലും സോഷ്യൽ മീഡിയ ഫുള്ള് രോഹിത്തിന് ക്യാപ്റ്റൻസിയെ പറ്റിയും പറഞ്ഞുകൊണ്ടുള്ള ട്രോളിങ്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് മറ്റേ ലാസ്റ്റ് നടന്ന IPL തോന്നുന്നു ഇതുപോലെ ക്യാപ്റ്റൻസി മാറ്റിയില്ലേ കഴിഞ്ഞ സീസണിൽ. അതൊക്കെ ഈ പ്രശ്നം കൊണ്ടാണ്. ഇപ്പോഴും പറഞ്ഞായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ. ശരിക്കും ഒരു ഗംഭീര വിജയമായിരുന്നു. അതായത് ന്യൂസിലൻഡിന് 4 വിക്കറ്റിനാ തകർത്തെ ചാമ്പ്യൻസ് ട്രോഫി. കാരണം ലാസ്റ്റ് എന്തായിരുന്നു നമുക്ക് കിട്ടി 2013 ഒറ്റല്ലായിരുന്നു നമുക്ക് ലാസ്റ്റ് കിട്ടി. അതിനുശേഷം ഇപ്പം 2025 വർഷം ഏകദേശം 12 വർഷത്തിന് ശേഷമാണ്. എനിക്ക് തോന്നുന്നു ഇതിന് തൊട്ട് മുമ്പ് പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു 2017 മാച്ചിൽ പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു ഇപ്പം കിരീടം. അപ്പം ഇതൊരു അവർക്ക് പിടിക്കണമെന്നാണ്. കാരണം ലാസ്റ്റ് ഒരു മാച്ചിലായിരുന്നു ന്യൂസിലൻഡ് ഇന്ത്യ, ധോണി റൺഔട്ട് ആയ സമയത്ത് ഈ ഒരു തിരിച്ചടിയാണിത്. കാരണം നമുക്ക് നല്ലൊരു രീതിയിൽ ഇപ്പൊ ബാറ്റിങ്ങിനാണെങ്കിലും ബോളിങ്ങിനാണെങ്കിലും നല്ലൊരു ടീംസ് ഉണ്ട് നമുക്ക്. അതായത് ഈ കഴിഞ്ഞ രണ്ട് ICC ടൂർണമെന്റിലും ഒരു മാച്ചിൽ പോലും തോൽക്കാതെയാണ് ഇന്ത്യൻ ടീം ഇവിടെ വരെ എത്തിയത്. 2 ICC ട്രോഫിയും നേടി. അതെന്ന് വെച്ചാൽ ശരിക്കും ചാമ്പ്യൻസ് അല്ലേ ഇന്ത്യൻ ടീം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ കോഹ്ലി, രോഹിത്, ഗില്ല്, വരുൺ ചക്രവർത്തി ഇവരുടെയൊക്കെ ഒരു മുൻനിര ശരിക്കും ഒരു സ്ട്രോങ് ആണ്. അതെ. അപ്പൊ അതുപോലെ ഷെമിയുടെ തിരിച്ചുവരവ്, കുൽദീപിന് സ്പിന്ന്, ഇപ്പൊ ജഡേജയൊക്കെ വന്നെറിഞ്ഞ് പോകുന്ന ബോൾ പോലും അവർക്ക് കിട്ടാത്തൊരവസ്ഥയിലാണ് മൊത്തത്തില്. അത് എല്ലാവരുടെ പെർഫോമൻസ് ശരിക്കും ഒരു ടീം വർക്കായിരുന്നു. ഈ ഒരു അത്രയും ഗംഭീര ഒരു മാച്ച് കണ്ടിരിക്കാൻ ഒരാളുടെ മാത്രമായിട്ടല്ല, 11 പേരുണ്ടെങ്കിലും 11 പേർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അടിപൊളിയായിരുന്നു. അത്രയും കിട്ടുന്ന ഒരു മാച്ചായിരുന്നു. KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, ശ്രേയസ് അയ്യർ. അതെ, അതാണ് നമ്മൾ പറഞ്ഞത്. 11 പേരുണ്ടെങ്കിൽ ആ 11 പേരും മൊത്തത്തില് കളിച്ച് നേടിയ ഒരു കപ്പായിരുന്നു. അതെ, ശരിക്കും ഇന്ത്യൻ ടീം ഇത്ര വളർന്നത് നമുക്കറിയാം. അതിന് വലിയൊരു തെളിവ് തന്നെയാണ് മാച്ച് ഷെഡ്യൂൾ ചെയ്യുന്ന രീതി. അതായത് ലോകത്തെ എവിടെ കളി നടന്നാലും ഏത് സീരീസ് ആണെങ്കിലും ഇന്ത്യൻ ടീമിന്റെ കളി ഉണ്ടെങ്കിൽ അത് സൺഡേ ആയിരിക്കും ഉറപ്പായിട്ടും. കാരണം കാണാൻ അത്ര ആളുണ്ട്. ഇന്ത്യക്കാർ ഫ്രീ ആവുന്ന ഒരു ടൈമില് ഇന്ത്യയുടെ കളി വെക്കുള്ളൂ. ICCക്ക് ലാഭം ഉണ്ടാവണ്ടേ? കാരണം ഇന്ത്യൻ ടീമിന്റെ കളി കാണാൻ ഒരുപാട് പേരുണ്ട്. അത് തന്നെയാണ് ഇന്ത്യൻ ടീമിനെ അതവർക്ക് കിട്ടും എന്ന ഉറപ്പുള്ള ഒറ്റ മാച്ച് ആയിരിക്കും ഈ സൺഡേ വെക്കുന്ന മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എവിടൊക്കെ ഇന്ത്യക്കാരുണ്ടോ അതെല്ലാവരും ഒത്തുകൂടുന്ന സമയമായിരിക്കും സൺഡേ എന്ന് പറയുന്നത്. ദുബായിൽ കളി നടക്കായിരുന്നു. സ്റ്റേഡിയം എങ്ങനെയായിരുന്നു? നീല കളറായിരുന്നു, നീല കടലെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞു. അത്രയ്ക്ക് ആളായിരുന്നു. അതങ്ങനെ വരുള്ളൂ. അതങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഈ സൺഡേ വെക്കുന്ന മാച്ച് കൂടുതലും. ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിനാണേലും ജോലി ചെയ്യുന്നവർക്കാണ് എല്ലാവർക്കും ഫ്രീ ടൈം കിട്ടുന്ന ഒരു സമയം സൺഡേ അല്ലേ. നമ്മളൊക്കെ വീടുകളിലെന്ന് വെച്ചാൽ തലേന്ന് പ്രിപ്പയർ ആവും. നാളെ വേറെ പരിപാടി എല്ലാം മാറ്റി വെച്ചിട്ട് അത് ഫൈനൽ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, നേരത്തെ റെഡിയായി എല്ലാവരും ഒരുമിച്ച്. പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാണ്. അങ്ങനെ തന്നെയാണത്. ഇന്ത്യ ജയിക്കും എന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പാണ് ഇന്ത്യ ജയിക്കും എന്ന്. അത്ര കോൺഫിഡൻസ് ആണ്. കാരണം എന്താ, ഇന്ത്യ ഇത്രയും വലിയൊരു ടീമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജയിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമൊന്നുമില്ല, ഒരു നോർമലായി തുടങ്ങിയപ്പോൾ ഇന്ത്യ ജയിച്ചു ഒരു സന്തോഷം. കാരണം അത്രയും കോൺഫിഡൻസ് ആണ് നമുക്ക്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇന്ത്യൻ ടീം അത്രയും വലുതാണെന്ന് നമുക്കറിയാം. എവിടെ നടക്കുന്ന ലോകത്ത് എവിടെ നടക്കുന്ന കളിയാണെങ്കിലും ഏത് മാച്ചാണെങ്കിലും ഇന്ത്യ ജയിക്കുമെന്ന് നമുക്ക് അത്ര. തോൽവി വരുമ്പോഴാണ് നമുക്കതൊരു ഞെട്ടലും ആ ഒരു പെയിനൊക്കെ ഉണ്ടാവുന്നത്. കാരണം ജയിക്കുന്ന അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു ടീം. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഉള്ള സമയത്ത് നോക്കിയാൽ മതി, ഈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു ടീം ഭയങ്കര പേടി സ്വപ്നമായിരുന്നു എല്ലാവർക്കും. അതിപ്പോ മാറി മാറി വന്നിട്ട് എനിക്കിപ്പോ തോന്നുന്നത് വെച്ചാൽ ഇന്ത്യൻ ടീമാണ് ഇപ്പം മറ്റുള്ള ടീംസിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പേടി സ്വപ്നം. അതെ, പക്ഷേ ഇന്ത്യൻ ടീമിനെ പറ്റി ഇതില് കുറെ കുറ്റങ്ങൾ ബാക്കിയുള്ള ടീം പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. അതായത് ക്ലബ്ബുകാർ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അതിലോട്ട് നമുക്ക് പോകണ്ട. അതുപോലെ തന്നെ ഇന്ത്യൻ ബാറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ശ്രേയസ് അയ്യറിന്റെ കാര്യം. ശ്രേയസ് അയ്യറിന്റെ ബാറ്റിങ് 62 ബോളിലാണ് 48 റൺ എടുത്തത്. അത് ഫൈനലാകുമ്പോൾ 62 ബോൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒന്നുമല്ല, മാറ്റൊന്നുമില്ല. അതിനുശേഷം വന്ന നമുക്ക് KL രാഹുൽ ആണെങ്കിലും ഹാർദിക് പാണ്ഡ്യ ഒരു വിക്കറ്റ് പോയിട്ട് ഹാർദിക് പാണ്ഡ്യ വരുമ്പോഴും വിക്കറ്റ് പോയതിന്റെ ഒരു വിഷമം അവിടെ ഉണ്ട്. ഹാർദിക് പാണ്ഡ്യ വരുമ്പോഴും കോൺഫിഡൻസാ. ഹാർദിക് പാണ്ഡ്യ ഗ്രീസിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയും ഉറപ്പായിട്ടും
അത്രയും കോൺഫിഡൻസ് ആണ്. കാരണം ഈ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം പറഞ്ഞ ഒരു കാര്യം ഓർത്തെ, പുള്ളിക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് പുള്ളി ആ സ്പോട്ടിൽ തന്നെ പുതിയ പുതിയ ഷോട്ടുകളാണ് കണ്ടുപിടിച്ച് അടിച്ചോണ്ട് പോകുന്നത്. കാരണം എത്ര ബോൾ മുന്നുണ്ടോ പുറകിലുണ്ടോ എന്ന് പുള്ളിക്ക് നോക്കണ്ട, പുള്ളിക്ക് അടിക്കുക, കളി ജയിക്കുന്ന പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. സിക്സ് അടിച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അവിടെ. ആ കോൺഫിഡൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ജഡേജ സ്ഥിരം ആ ഒരു സ്റ്റൈലില് 4 അടിച്ചാണ് കളി ജയിപ്പിച്ചത്. കാരണം നമുക്ക് ഈ സിംഗിൾസ് 2, 3 അങ്ങനത്തെ പരിപാടി ഇല്ല, നമുക്ക് അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. അതായത് കളിയിൽ ലാസ്റ്റ് ഇത്രയും ടൈറ്റ് ആയിരുന്നല്ലോ, ബോള് കുറഞ്ഞു വന്നപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മാക്സിമം എല്ലാവരെയും ബൗണ്ടറി ലൈനിലോട് ഇറക്കി നിർത്തുക ചെയ്തത് ന്യൂസിലൻഡ് പ്ലേയേഴ്സിനെ. അപ്പോൾ റിസ്ക് ആണ് അടിക്കാൻ നോക്കിയാൽ 6ഓ 4ഓ അതിൻ്റെ ബൗണ്ടറീൻ്റെ അടുത്ത് ആളുണ്ട്. അതുപോലെ ഈ ബൗണ്ടറി ലൈനിൻ്റെ അടുത്ത് ഇത്രയും പേരെ ഇറക്കി നിർത്തിയപ്പോൾ ബാക്കിയുള്ള സ്പേസിൽ സിംഗിൾ ഇട്ടാണ് അത്രയും റൺസ് കയറ്റി വെച്ചത്. കാരണം അവർ വിചാരിച്ചാണ് ഇത്ര വരുന്ന സമയത്ത് അവർ കളത്തും. ഇന്ത്യയുടെ ഒരു മൈൻഡ് എങ്ങനെയാണെന്ന് അവർ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡബിൾ എടുക്കുകയായിരുന്നു. സിംഗിളിലെ ചാൻസിനുള്ളടത്ത് ഡബിൾ കിട്ടി, അങ്ങനെയാണ് കയറിയത്. എന്നിട്ട് ലാസ്റ്റ് ജഡേജ 4 അടിച്ച് കളി ജയിച്ചു. ന്യൂസിലൻഡ് ഒട്ടും മോശമൊന്നും അല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ബാറ്റിംഗ് ആയാലും ബൗളിങ്ങും ഫീൽഡിങ്ങും എന്ത് ഫീൽഡിംഗ് ആയിരുന്നു. അതെ, അത് കിഡിലായിരുന്നു. അത് എടുത്ത് പറയണം. ബാറ്റിങ്ങിൽ നമുക്ക് രച്ചിൻ രവീന്ദ്ര. ഈ രച്ചിൻ രവീന്ദ്ര നമ്മുടെ ഇന്ത്യക്കാരനല്ലേ? ഇന്ത്യക്കാരനാണെന്ന് വെച്ചാൽ ഫാമിലി ഇന്ത്യൻ വംശത്തിലാണ്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എന്തോ ആണ് ഫാമിലി വരുന്നത്. പക്ഷേ രച്ചിൻ ജനിച്ചതും വളർന്നതൊക്കെ ന്യൂസിലൻഡിൽ തന്നെയാണെന്നാണ് വായിച്ചത്. കറക്റ്റ് എനിക്കറിയില്ല. പക്ഷെ കറക്റ്റ് ഇന്ത്യയിലുള്ള അത് തന്നെ ഇന്ത്യക്കാരനാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അത് പേര് കേൾക്കുമ്പോൾ തന്നെയുള്ളൊരു ഇതായിരിക്കാം. എന്തായാലും നന്നായിട്ട് കളിച്ചു. ചിലപ്പോൾ ഇന്ത്യയുടെ ഒരു ഇത് പുള്ളിക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ വെച്ചിട്ട് പുള്ളിക്ക് കിട്ടുമല്ലോ. അത് പറയാനാണ് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നത്, പൊതുവായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. മറ്റു രാജ്യത്തിൻ്റെ ടീമുകൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനും ഉള്ള പ്ലെയേഴ്സിനെ എടുക്കുന്നുണ്ട് ടീമിൽ. എന്നിട്ട് അവരവരുടെ രാജ്യത്തിലെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടാവും, പിന്നെ ഈ ഇന്ത്യയിലെയോ പാകിസ്ഥാനിലെയോ ചില പ്ലെയേഴ്സ് ഉണ്ടാവും. അങ്ങനെ എടുത്തിട്ട് ഇന്ത്യൻ ടീമിന് വേണ്ടി, ശരിക്കും പറഞ്ഞാൽ ICC ആണ് എന്താ പറയുക, എല്ലാ ടീമുകളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഇവിടെ ഇന്ത്യക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്നു എന്നൊരു പരാതിയുണ്ട്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇന്ത്യ ഇത്ര നല്ല കളിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ അതുകൊണ്ട് പറയുന്നതായിരിക്കാം. അപ്പോൾ ഈ മാച്ചൊക്കെ നടക്കുമ്പോഴും ഗാലറിയിൽ ഒരാൾ കൂളായിട്ട് കളി കണ്ടിരിപ്പുണ്ടാവും, ഗൗതം ഗംഭീർ. കാരണം പുള്ളി കോച്ചായിട്ട് വന്നിട്ട് ഫസ്റ്റ് ICC കപ്പ് അടിച്ചു എന്നുള്ളതാണ്. മൊത്തത്തിൽ ഏത് സൈഡിൽ കൂടെ നോക്കിയാലും ഇന്ത്യ ടോപ്പാണ്. ചാമ്പ്യൻസ് തന്നെ ഉറപ്പായിട്ടും.